ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 18 വാക്യത്തിൽ, ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ, ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ദൈവം സൃഷ്ടിച്ച പുതിയ യെരൂശലേമിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിൽ വസിക്കുന്നവർ വലിയ സന്തോഷം അവർക്കുണ്ടാകും. യെരൂശലേമും അതിലുള്ള ജനവും ഉല്ലസിക്കും. അവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന നിരാശയും തോൽവികളും സകല ഭയവും അവരിൽ നിന്ന് ഓടിപ്പോകും. അവർക്ക് ഒട്ടും പ്രത്യാശയില്ലാത്തവരായിരുന്നു. എന്നാൽ അതിന് പകരം ദൈവം അവർക്ക് സമൃദ്ധിയായ സന്തോഷവും ആനന്ദവും നൽകാൻ പോവുകയാണ്. യെരൂശലേം ആനന്ദിക്കാൻ പോവുകയാണ്. സമൃദ്ധിയായ സന്തോഷമാണ് അവിടെയുള്ളവർ അനുഭവിക്കാൻ പോകുന്നത്. 19 വാക്യത്തിൽ, ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനിയും അതിൽ കേൾക്കയില്ല. യെരൂശലേം ഇനിയും ദൈവത്തിൻ്റെ പട്ടണമാണ്. അവിടുത്തെ ജനത്തോടൊപ്പം ദൈവവും സന്തോഷിക്കും. ദൈവം ഒരുക്കുന്ന ദൈവരാജ്യത്തിൽ കരച്ചിലിൻ്റെയും നിലവിളിയുടെയും ശബ്ദം ഇനിയും കേൾക്കത്തില്ല. യെരൂശലേം ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്ന ഇടമാണ്. അവിടെ ഇനിയും സന്തോഷം മാത്രമേ ഉള്ളൂ. 20 വാക്യത്തിൽ, കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. പലപ്പോഴും സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് അധികം താമസിക്കാതെ മരിക്കുന്നതും അതുപോലെ പ്രിമച്വറായിട്ട് ഉണ്ടായിട്ട് മരിക്കുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്ന ചില രോഗങ്ങൾ വന്നിട്ട് ചെറുപ്പത്തിലെ മരിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ആയുസ്സിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം എന്ന 90 സങ്കീർത്തനത്തിനകത്ത്. എന്നാൽ പലരും ആയുസ്സിൻ്റെ മധ്യത്തിൽ മരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ യെരൂശലേമിൽ മരണമില്ല. ഈ ലോകത്തിൽ നാം കാണുന്ന യാതൊന്നും, വേദനകളോ കഷ്ടങ്ങളോ ദുഃഖങ്ങളോ കണ്ണുനീരോ യാതൊന്നും നമുക്ക് പുതിയ യെരൂശലേമിൽ കാണാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ പറയുന്നു, പാപിയോ 100 വയസ്സ് ഉള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ എന്ന്. അപ്പം പുതിയ യെരൂശലേമിൽ പാപി ഒരിക്കലും ഉണ്ടാകത്തില്ല. പാപി 100 വയസ്സ് വരെ ജീവിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. 100 വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ നാം പറയും അവൻ ഭയങ്കര ഭാഗ്യവാനാണെന്നൊക്കെ. പക്ഷേ 100 വയസ്സ് വരെ ജീവിച്ചാലും അവൻ പാപിയാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുതിയ യെരൂശലേമിൽ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ആയുസ് മുഴുവൻ അവൻ ജീവിക്കും. എല്ലായിടത്തും ന്യായം മാത്രം കാണാൻ കഴിയും. 21 വാക്യത്തിൽ, അവർ വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അപ്പം ഇവിടെ നീതിയാണ് കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തിയുടെ പ്രയത്നത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കുന്നത് ആണ് നീതി. എന്നാൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഭൂമിയിൽ നീതിയും ന്യായവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. 22 വാക്യത്തിൽ, അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല, അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും. എൻ്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാനഫലം അനുഭവിക്കും. അപ്പം ദൈവത്തിൻ്റെ ജനം ദീർഘായുസോടിരുന്ന് സന്തോഷിക്കും. ദൈവം സൃഷ്ടിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വസിക്കുന്ന ജനം പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കും. അവർ
അവരുടെ നീതി അവർക്ക് ലഭിക്കാനിടയായിത്തീരും. അവരധ്വാനിക്കുന്നതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കാനിടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അപ്പോൾ ഞങ്ങൾ വായിച്ചല്ലോ കർത്താവേ, ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും എന്നും കരച്ചിലും നിലവിളിയും ഇനി അതിൽ കാണുകയില്ലെന്ന് കേൾക്കുകയില്ല എന്ന് കർത്താവെ, അങ്ങ് ഒരുക്കുന്ന പുതിയ യെരൂശലേമിനായി നന്ദി പറയുന്ന കർത്താവെ, അതിൽ കർത്താവെ ഞങ്ങളെയും അങ്ങ് കൊണ്ടുപോകാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കാൻ കർത്താവെ അങ്ങേക്ക് കൃപ തോന്നിയല്ലോ കർത്താവായ യേശുവേ. അപ്പോൾ അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്ന യേശുവേ, അതിനായി കൊതിയോടെ ജീവിക്കുവാൻ കർത്താവെ പുതിയ യെരൂശലേം അപ്പോൾ കണ്ട് കൊതിയോടെ കർത്താവെ ഞങ്ങളായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൻ്റെ യാതൊന്നും കർത്താവെ ജഡത്തിൻ്റെതായ സന്തോഷവും ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോകാതെ കർത്താവെ അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി കൊതിയോടെ കാത്തിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.